ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த காலை வேளையில் காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த 9வது மாதத்திலே தேவ செய்தியை கேட்கிற ஒவ்வொரு தேவ பிள்ளையையும் கர்த்தர் மேன்மேலும் ஆசீர்வதிப்பாராக. அவருடைய கண்கள் நம்மேல் நோக்கமாயிருக்கிறது. அவர் நம்மோடு பண்ணின சகல வாக்குத்தத்தங்களையும் உடன்படிக்கைகளையும் நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். அதை அப்படியே விசுவாசிப்போம். இந்த மாதத்திலே தேவனாகிய கர்த்தர் தம்முடைய வார்த்தையை நமக்கு நிறைவேற்றி அவருடைய மகிமையை நம்மேல் காண பண்ணுவார். இதை கேட்கிற ஒவ்வொருவரும் எதிர்பார்ப்புடன் அவருடைய வார்த்தைகளுக்கு கீழ்ப்படிந்து காத்திருப்போம். தேவனாகிய கர்த்தர் தாமே இந்த மாதத்திலும் அவருடைய வார்த்தையை அனுப்பி நம் மத்தியில் பெரிய காரியங்களை செய்வாராக. ஆமென். എളിയദാസൻ്റെ ചാനൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗോഡ് ഹൂസിസ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർക്കും ഈ സന്ദേശം നവമാധ്യമങ്ങളിൽ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ സഹായകമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആലിഫ് ജോൺ റൈസ് അവർക്കും ഗോഡ് ഹൂസിസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും സഹോദരങ്ങൾക്കും ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രഭാതം ക്രിസ്തുവിൽ ധന്യമാകട്ടെ നമ്മുടെ ജീവിതം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദഭാഗമാണ് അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ഇവിടെ പഠിച്ചു നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് യെരുശലേമിൽ താൻ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്ന സമയത്ത് യെരിഹോവിൽ കൂടെ യാത്ര ചെയ്തു വരുന്ന വേളയിൽ തിമായിയുടെ മകനായ ബർത്തിമായിയും തന്നോടൊപ്പം മറ്റൊരു വ്യക്തിയും 2 കുരുടന്മാർ ആ യെരിഹോ പട്ടണത്തിൻ്റെ വാതിൽക്കലിരിക്കുകയാണ്. അവർ ഭിക്ഷ യാചിച്ചുകൊണ്ട് അതുവഴി വരുന്ന വ്യക്തികളുടെ കാലൊച്ച കേൾക്കുമ്പോൾ അവരോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു തിമായിയുടെ മകനായ ബർത്തിമായിയും തന്നോടൊപ്പമുള്ള സഹപ്രവർത്തകനും. 2 പേരും ഭിക്ഷക്കാരായിരുന്നു. 2 പേരും സുഹൃത്തുക്കളായിരുന്നു. 2 പേരുമല്ലാതെ അവർക്ക് മറ്റാരുമുള്ളതായി കാണുന്നില്ല. തിമായിയുടെ മറ്റു മക്കളെക്കുറിച്ചോ തിമായിയെക്കുറിച്ചോ ആ കുരുടനായ വ്യക്തിയുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ചോ യാതൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. സാധുവായ, തള്ളപ്പെട്ട, ആർക്കും വേണ്ടാത്തവനായ ഒരു ബർത്തിമായി ഭിക്ഷയാചിച്ച് പലരുടെയും ആട്ടും തുപ്പും കേട്ടുകൊണ്ട് ലഭിക്കുന്ന തുച്ഛമായ നന്മകൾ അത് വലിയൊരു ദ്രവ്യമായി താൻ ശേഖരിച്ച് തൻ്റെ ദൈനംദിന ജീവിതങ്ങൾ മുൻപോട്ട് നയിക്കുന്ന വ്യക്തി. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. തനിക്കും തൻ്റെ കൂട്ടുകാരനും കാഴ്ചയില്ല. ഈ ലോകം എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല. ഹൃദയക്കണ്ണുകൾ കൊണ്ട് മാത്രം നടക്കുന്നൊരു വ്യക്തിയായിരുന്നു ബർത്തിമായി. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പലപ്പോഴും ബർത്തിമായി പലരും പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ട് യേശുവിനെ കുറിച്ച് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ നസ്രനായ യേശു ഇതുവഴി വരുന്നു എന്ന് താൻ അറിയുകയാണ്. താൻ ആ വരവ് കാത്തിരിക്കുന്നു. പുരുഷാരത്തിൻ്റെ തിക്കും തിരക്കും ശബ്ദവും ആരവവും തൻ്റെ ഹൃദയത്തിലേക്ക്, തൻ്റെ ചെവിയിലേക്ക് ഇരച്ചു കയറുകയാണ്. യേശുക്രിസ്തു ഇതുവഴി എത്തുന്നു, ഇതാ യേശുക്രിസ്തു വരുന്നു എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കി. ആ വ്യക്തി ഉറക്കെ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് മിണ്ടാതിരിപ്പാൻ
തന്നെ ശാസിക്കുകയാണ്. കൂടെ തന്നോടൊപ്പമുള്ള കുരുടനും തൻ്റെ കൂട്ടുകാരനും തന്നെ ശാസിക്കുകയാണ്, മിണ്ടരുത്, മിണ്ടാതിരിക്കുക. എന്നാൽ താൻ ഉറക്കെ നിലവിളിക്കുകയാണ്. യേശുവിൻ്റെ ചെവിയിലെത്തുന്നത് വരെ താൻ നിലവിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പലരും തന്നെ ശാസിച്ചിട്ടും താൻ നിർത്തുന്നില്ല. പ്രിയരെ, നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പലരും നമ്മെ ശാസിപ്പാനുണ്ടാകും. എന്നാൽ ഒന്ന്, കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നത് നാം തിരിച്ചറിയണം. ഭർത്തിമായി അത് തിരിച്ചറിഞ്ഞു. യേശു വരുന്നു എന്നുള്ളത് താൻ തിരിച്ചറിഞ്ഞു. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നുവെന്ന് നാം ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്നവനാണ്. തൻ്റെ നിലവിളി കേട്ട് കർത്താവ് മനസ്സലിഞ്ഞ് തന്നെ അരികിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ഈ ബർത്തിമായി ഓടിയെത്തുകയാണ്. തന്നോടൊപ്പമുള്ള കുരുടൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ബർത്തിമായി ഓടി യേശുവിൻ്റെ മുൻപിൽ തൻ്റെ കാൽക്കൽ വീഴുന്നു. യേശുവാണെന്ന് മനസ്സിലാക്കി തൻ്റെ കാൽക്കൽ വീഴുന്നു. കർത്താവിനെ ഗുരു എന്ന് വിളിച്ച് താൻ അഭിസംബോധന ചെയ്യുകയാണ്. കർത്താവിൻ്റെ മുൻപാകെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് കൗതുകത്തോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഭർത്തിമായി പറയുന്നു, എനിക്ക് കാഴ്ച കിട്ടണം. തൻ്റെ ജീവിതത്തിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, പക്ഷേ തനിക്ക് കാഴ്ചയില്ല. തൻ്റെ ഹൃദയ കണ്ണുകൾ കൊണ്ട് മാത്രമായിരുന്നു താൻ കണ്ടുകൊണ്ട് നടന്നിരുന്നത്. എന്നാൽ അത് പോരാ, ബാഹ്യ കണ്ണും തനിക്ക് പ്രകാശിക്കണം, കാഴ്ച ലഭിക്കണം. എല്ലാവരെ പോലെ തനിക്കും ജീവിക്കണം, സാധാരണക്കാരെ പോലെ തനിക്കും ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം ബർത്തിമായിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാൽ അത് നടക്കാത്ത വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാലിതാ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ സ്വപ്നം ഇതാ പൂവണിയുവാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ അത് കർത്താവിൻ്റെ മുൻപാകെ ഈ പ്രഭാതത്തിൽ നമുക്ക് നിറക്കി വയ്ക്കാമോ? ആ സ്വപ്നം പൂവണിയുവാൻ പോകുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുവാൻ പോകുന്നു. ആ സ്വപ്നം സഫലമാകുവാൻ പോകുന്നു. കാരണം നാം ഇറക്കി വച്ചിരിക്കുന്നത് ലോക മനുഷ്യൻ്റെ മുൻപിലല്ല, ലോക പ്രതാപത്തിൽ ജീവിക്കുന്ന ഒരു കോടീശ്വരൻ്റെ മുൻപിലല്ല, സകലത്തിൻ്റെയും സൃഷ്ടാവായ രാജാവായ കർത്താവിൻ്റെ മുൻപിലാണ് നമ്മുടെ ആവശ്യങ്ങൾ ഇറക്കി വയ്ക്കുന്നത്. ആ മനുഷ്യൻ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് അവനെ തൊട്ട് അവനെ സൗഖ്യമാക്കി. അവൻ കാഴ്ച പ്രാപിച്ചു. ലോകം അസാധ്യമെന്ന് വിധിയെഴുതുന്ന തിമിരമായിരുന്നാലും, ലോകം അസാധ്യമെന്ന് വിധിയെഴുതുന്ന അന്ധതയായിരുന്നാലും, എൻ്റെ ദൈവത്തിന് സകലതും സാധ്യം. എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ അസാധ്യമാകുന്ന വിഷയങ്ങളെ കർത്താവിൻ്റെ കാൽക്കൽ വയ്ക്കാം. കർത്താവ് നമ്മുടെ ഭാരങ്ങളെ വഹിച്ച് നമ്മുടെ അസാധ്യങ്ങളെ മാറ്റി നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നവനാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കട്ടെ. ആ മനുഷ്യന് ഏറ്റവും വലിയൊരാഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് കാണണം, എൻ്റെ സഹപ്രവർത്തകനെ എനിക്ക് കാണണം, ഈ ദേശം എനിക്കൊന്ന് കാണണം, ഈ ലോകം എനിക്കൊന്ന് കാണണം. അതിനെ കണ്ട് അതിനെ ആസ്വദിച്ച് പാപത്തെ കാണുവാനല്ല, മറിച്ച് ഇത്രയും നാൾ അന്ധത പിടിപ്പിച്ചതിനെ എനിക്കൊന്ന് കാണണം. നാം ഈ പ്രഭാതത്തിൽ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാനുള്ള കണ്ണ് നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ ലാഭത്തിന് വേണ്ടി അവരെ കാണുന്ന കണ്ണല്ല, മറിച്ച് എപ്പോഴും അവരെ കാണുന്ന ഒരു കണ്ണ്, നല്ല കണ്ണ് നമ്മളുണ്ടായിരിക്കട്ടെ. അധികാര ഗർവമുള്ള കണ്ണല്ല, താഴ്മയുള്ള വിനയമുള്ള ഒരു കണ്ണ് നമ്മളുണ്ടായിരിക്കട്ടെ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മളുണ്ടാകട്ടെ. ഭർത്തിമായിയുടെ കണ്ണ് പ്രകാശിച്ച് അന്ധത മാറി സന്തോഷത്തോടെ തുള്ളിച്ചാടി ഭവനത്തിൽ പോകുവാൻ ദൈവം സഹായിച്ചു. അവൻ കർത്താവിനെ അനുഗമിക്കുന്നു. നാം ഇവിടെ പഠിച്ചു നോക്കുമ്പോൾ യാത്രയിൽ യേശുവിനെ അനുഗമിക്കുകയാണ്. കർത്താവിനെ അനുഗമിക്കുന്ന അനേക വ്യക്തികളുണ്ടായിരുന്നു. കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുന്ന അനേകർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. പലരും അത്ഭുതം പ്രാപിച്ചവർ, അത്ഭുതം കാണുവാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ
തന്നെ വിമർശിക്കുന്നവർ ഇങ്ങനെ ഒരു കൂട്ടം വ്യക്തികൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. എന്നാൽ ബർത്തിമായി തൻ്റെ ഭിക്ഷാടനം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഒരു യാത്ര താൻ ആഗ്രഹിച്ച് കടന്നു പോവുകയാണ്. ബർത്തിമായുടെ യാത്രകൾക്കൊടുവിൽ തൻ്റെ ഭവനത്തിലെത്തിക്കാണും. തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും താൻ കണ്ടു കാണും. അല്ല, അവർക്കെല്ലാം ഒരാശ്ചര്യമായി, ഒരത്ഭുതമായി ബർത്തിമായി മാറും. ഈ പ്രഭാതത്തിൽ നാമും ഒരത്ഭുതമായി, പലർക്കും ഒരാശ്ചര്യമായി മാറുവാൻ പോകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കാമോ? കർത്താവിൻ്റെ പാദപീഠത്തിൽ ബർത്തിമായിയെപ്പോലെ നമുക്കൊന്ന് മുഴങ്കാലം മുടക്കാമോ? കർത്താവിൻ്റെ മുൻപാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു. നമ്മുടെ യാഥാർത്ഥ്യം, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാണുന്ന ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണുന്നത് യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു, സഫലമാകുവാൻ പോകുന്നു. വിശ്വസിക്കാം, കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഈ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് അസാധ്യമായത് സാധ്യമാകുവാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ദൈവകരം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സമൃദ്ധമായി അനുഗ്രഹിക്കണം. ഈ പ്രഭാതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വത്തിൻ്റെ അപ്പന് പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേട്ടുത്തരമരുന്നു സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. நன்றி பலி பீடம் கட்டுவோம், நல்ல தெய்வம் நன்மை செய்தார். நன்றி பலி பீடம் கட்டுவோம், நல்ல தெய்வம் நன்மை செய்தார். செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவே. செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவே. நன்றி தகப்பனே, நன்மை செய்திலே. நன்றி தகப்பனே, நன்மை செய்திலே. தந்து நீர் அன்பு கூர்ந்தீர், பாவம் நீங்கிட கழுவி விட்டீர். ஜீவன் தந்து நீர் அன்பு கூர்ந்தீர், பாவம் நீங்கிட கழுவி விட்டீர். உமக்கென்று வாழ பிரித்தெடுத்து உமது ஊழியம் செய்ய வைத்தீர். உமக்கென்று வாழ பிரித்தெடுத்து உமது ஊழியம் செய்ய வைத்தீர். நன்றி தகப்பனே, நன்மை செய்திரே. நன்றி தகப்பனே, நன்மை செய்திரே. நன்றி பலி பீடம் கட்டுவோம், நல்ல தெய்வம் நன்மை செய்தார். பார்க்கும் கண்களை தந்தீரையா, பாடும் உதடுகள் தந்தீரையா. பார்க்கும் கண்களை தந்தீரையா, பாடும் உதடுகள் தந்தீரையா. உழைக்கும் கரங்களை தந்தீரையா, ஓடும் கால்களை தந்தீரையா. உழைக்கும் கரங்களை தந்தீரையா, ஓடும் கால்களை தந்தீரையா. நன்றி தகப்பனே, நன்மை செய்திரே. நன்றி தகப்பனே, நன்மை செய்திரே. நன்றி பலி பீடம் கட்டுவோம், நல்ல தெய்வம் நன்மை செய்தார். நன்றி பலி பீடம் கட்டுவோம், நல்ல தெய்வம் நன்மை செய்தார்.
செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவே. செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவே. நன்றி தகப்பனே, நன்மை செய்தீரே.